അവകാശങ്ങളെ പ്രാപിക്കുക, അതിന്റെ പേരാ ക്ലെയിം. ഇതൊരു യുദ്ധമാണ്, ഇതൊരു ആത്മാവിന്റെ യുദ്ധമാണ്. അവകാശം ഉണ്ടെന്ന് കണ്ടാൽ ക്ലെയിം ചെയ്യണം. വഴിയാ പോകുന്ന അടിയൊക്കെ മേടിച്ച് ദൈവം തന്നാന്ന് പറഞ്ഞു വെക്കരുത്. അവകാശങ്ങളെ ക്ലെയിം ചെയ്യണം. പൗലോസിനെ ഒരു കൂട്ടം ജനം കയറി പിടിച്ചു, അധികാരികൾ പിടിച്ച് അടിച്ചു. സ്തോത്രം, കർത്താവിന് വേണ്ടിയല്ലേ, ആമേൻ, ഗ്ലോറി എന്ന് പറഞ്ഞില്ല. ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് പറഞ്ഞു, ഞാൻ റോമ പൗരനാണെന്ന് അറിയത്തില്ലേ? വിസ്താരം കൂടാതെ എന്റെ ദേഹത്തെ തുടരുന്നല്ലേ നിയമം. അത് കുരുട്ടല്ല, അവകാശമാണ്. ദൈവവചനത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കിട്ടിയില്ലെങ്കിൽ ആ ക്ലെയിമിന്റെ വചനമാണ് യെശയ്യാ 62 വാക്യം. അവൻ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുവോളം ഭൂമിയിൽ അതിനെ പ്രശംസാ വിഷയമാക്കുവോളം അവന് സ്വസ്ഥത കൊടുക്കരുത്. ഇത് ദൈവത്തെ അലസപ്പെടുത്തുകയല്ല, മറിച്ച് നിന്റെ അവകാശത്തെ ഡിക്ലെയർ ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ ഇന്ന് യെരൂശലേം നിന്ദിക്കപ്പെട്ടായിരിക്കുന്നേ, ഇന്ന് അപമാനിക്കപ്പെട്ടായിരിക്കുന്നത്. അങ്ങനെ ആകാൻ പറ്റത്തില്ല. കാരണം യെരൂശലേമിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ അവകാശം അതിന്റെ തൊട്ടു മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്, നിന്നെ രാജ കിരീടം പോലെ ഞാൻ ആക്കും. നിന്നെ ആരാക്കാനാ ഞാൻ ആഗ്രഹിക്കുന്നത്? കിരീടം പോലെയാക്കും.